ചലഞ്ചഡ് വോട്ടർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഒരു വോട്ടർ കടന്നു വരികയാണ്. കടന്നു വന്ന് മാർക്ക് കോപ്പിയിലേക്ക് നോക്കി അതിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പോകുമ്പോൾ പിന്നിൽ നിന്നും ഏജന്റന്മാരിൽ ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയും, ഈ വന്നിട്ടുള്ള വോട്ടർ ഇവിടുത്തെ വോട്ടർ അല്ല, ഇദ്ദേഹം വേറെ സ്ഥലത്തെയാണ്, കള്ള വോട്ട് ചെയ്യാൻ വന്നതാണ് എന്ന് പറയുകയും അങ്ങനെ പറയാനുള്ള ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ഇലക്ഷൻ നിയമപ്രകാരം ആർക്കുണ്ട്? ഏജന്റിനുണ്ട്. പക്ഷെ ഏജന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു തുക കെട്ടിവെക്കണം പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പാകെ. ആ ഒരു ഫീസാണ് കെട്ടിവെക്കണമെന്നാണ് പറയുന്നത്. ചിലരൊക്കെ ചോദിക്കുന്ന പണമൊക്കെ ആയിട്ട് പറഞ്ഞത് കെട്ടിവെക്കാൻ. മാത്രമല്ല 2 രൂപ 2 രൂപയായിട്ട് തന്നെ കെട്ടണം. ചുമ്മാ കെട്ടിയാൽ പറ്റില്ല. 10 രൂപ എന്നിട്ട് ബാക്കി 8 രൂപയുടെ ഏർപ്പാടൊന്നും ആവില്ല. അങ്ങനെ ഏജന്റ് ചലഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ഒരു പക്ഷേ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, കാരണം അടുത്ത ആൾ നിൽക്കുമല്ലേ. ഈ വിഷയം ആരുടെ ടേബിളിലോട്ട് മാറുന്നതാണ് നല്ലത്? പ്രിസൈഡിംഗ് ഓഫീസർ ടേബിളിലോട്ട് വന്ന് പ്രിസൈഡിംഗ് ഓഫീസർ കാര്യങ്ങളൊക്കെ വാങ്ങി പരിശോധിച്ച് നോക്കി കൊണ്ടുവന്ന ID കാർഡ്, വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. പിന്നെ വില്ലേജ് ഓഫീസർ, സെക്ടർ ഓഫീസേഴ്സ് വഴി, ബൂത്ത് ലെവൽ ഓഫീസർ വഴി നമുക്കൊരു അന്വേഷണം നടത്താം. ഈ വന്നിരിക്കുന്ന ആള് തന്നെയാണോ? ആണ്. പ്രിസൈഡിംഗ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്ന ഈ വന്നയാള് ഒരു വോട്ടർ തന്നെയാണ്. എവിടുത്തെ? ഈ വോട്ടർ യഥാർത്ഥ വോട്ടറാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ആ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കാം. ആർക്ക്? പ്രിസൈഡിംഗ് ഓഫീസർ ബോധ്യമായല്ലോ, രേഖകൾ പരിശോധിച്ചു. അപ്പൊ ചിലപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പറയും ഇന്ന രേഖകളൊക്കെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയും ഞാൻ വീട്ടിൽ പോയി അലമാരിയിൽ നിന്നും എടുത്തോണ്ടിരാന്ന് പറഞ്ഞിട്ട് പോകും. തിരിച്ച് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാം. അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ എന്തായി? പ്രിസൈഡിംഗ് ഓഫീസറിന്റെ അക്കാര്യം രക്ഷപ്പെടാം. അങ്ങനെ പോയാൽ ഈ ചലഞ്ച് വിജയിച്ചിരിക്കുക. അപ്പൊ ഇയാള് പോയി ഡോക്യുമെന്റ് ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ അവരോട് പറയുന്നുണ്ട് ഒരു കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ്, പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വെക്കാം. പുള്ളി വരുന്നില്ല എങ്കിൽ ചലഞ്ച് വിജയിച്ചു. ആ 2 രൂപ കെട്ടിവെച്ചത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കാം. അപ്പൊ 2 രൂപ തരുമ്പോ ഒരു റെസിപ്റ്റ് കൊടുക്കാൻ നമുക്കുണ്ട്. റെസിപ്റ്റ് കൊടുക്കാം. 2 രൂപ വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോ നമ്മൾ അത് വാങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ഒപ്പിട്ട് വെക്കുക. ഇനി ചില കേസിൽ ആദ്യം പറഞ്ഞ രീതിയിൽ വന്നു, അയാള് യഥാർത്ഥ വോട്ടറാണ്, വോട്ട് ചെയ്യാൻ അനുവദിച്ചു. അപ്പൊ ആ 2 രൂപ എവിടെ ഉണ്ട്? പ്രിസൈഡിംഗ് ഓഫീസർ ടേബിളുണ്ട്. ആ 2 രൂപ വൈകുന്നേരം തിരികെ റെസിപ്റ്റ് കേന്ദ്രത്തിൽ ഏൽപ്പിക്കണം. അതിന് ആ ഫോമും ഉണ്ട്. അപ്പൊ ചലഞ്ച് വോട്ടിനെ കുറിച്ച് കൂടിയിട്ടല്ലോ, അതാണ് ചലഞ്ച് വരുന്ന ആ വോട്ട്. അങ്ങനെ വന്നാൽ ഫോൺ നമ്പർ 14 രേഖപ്പെടുത്തണം.